രാവിലെ 11:45 ഹരിപ്പാട് നിന്ന് ഇടത്തൊയിലേക്ക് പോയ ബുള്ളറ്റ് ബൈക്ക് ഇവിടെ ആക്സിഡന്റിൽ ആവുന്നത് ഈ പാലത്തിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ ഈ ടിപ്പർ ലോറിയുടെ മുന്നിൽ ഈ ബൈക്ക് ഇടിച്ചതിന് ശേഷം അതിന്റെ ടാങ്കർ അതായത് ഡീസൽ ടാങ്കിൽ വന്നിടിക്കുന്നു. അതിനുശേഷം ഇടതുവശത്തെ വലിയൊരു താഴ്ചയിലേക്ക് ബൈക്ക് പതിച്ചു എന്നുള്ളതാണ്. ഇടത്വ സ്വദേശി ദീപുവാണ്, 21 വയസ്സുള്ള ദീപുവാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. ദീപുവിനെ ഉടൻ തന്നെ നാട്ടുകാരും പോലീസും ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇവിടെ ഉണ്ടായിരുന്ന ഈ രക്ഷാപ്രവർത്തനത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്? ഇതിപ്പോ ഒരു അരമണിക്കൂറായി കാണും, ഇത്രേ ആയിട്ടുള്ളൂ. ഞങ്ങൾ ശബ്ദം കേട്ടോണ്ട് വരുമായിരുന്നു, നല്ല ശബ്ദമായിരുന്നു. ഓടി വന്നപ്പം ഇദ്ദേഹം അവിടെ ഇട്ട് മാറിക്കിടക്കുമായിരുന്നു. വണ്ടി ബുള്ളറ്റ് ഇവിടെ തന്നെ കിടപ്പുണ്ട്. നല്ലൊരു ഇടിയായിരുന്നു. നമ്മൾ പറയാൻ പറ്റാത്ത രീതിയിലുള്ള പരിക്കൊക്കെയാണ് പുള്ളിക്കാരൻ വന്നിരിക്കുന്നത്. അപ്പം കൈ റോഡിന് അങ്ങനെയുള്ള ഭയങ്കര വിഷയമായിട്ടുള്ള സാഹചര്യമായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. പെട്ടെന്ന് തന്നെ പോലീസുകാർ വളരെ മികച്ച രീതിയിൽ തന്നെ സഹകരിച്ചു. നാട്ടുകാർ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഇങ്ങനെ കയറി ഇത് കണ്ടവരെന്താണ് പറയുന്നത്? ആരും ദൃക്സാക്ഷികൾ ആരുമില്ല, സംഭവത്തിന്റെ ദൃക്സാക്ഷികളില്ലാന്നേ ഉള്ളൂ. സംഭവം നടന്നു കഴിഞ്ഞിട്ട് കൈ ഇവിടെ കിടക്കുന്നതും വണ്ടി അവിടെ കിടക്കുന്നതും പിന്നെ ആൾക്കാരെ ഉടനെ എല്ലാവരും കൂടെ കൂടി വന്നിട്ടാണ് ആളിനെ എടുത്തിട്ട് പോലീസ് ജീപ്പിലേക്കോട്ട് കയറ്റി അവർ എന്നിട്ട് പോലീസുകാർ പെട്ടെന്ന് കൊണ്ടുപോവുകയും ചെയ്തു. കരിമല ഹോസ്പിറ്റലിലോട്ടാണ് കൊണ്ടുപോയെന്നാണ് ഞങ്ങളുടെ കൈ റോഡിൽ കിടപ്പുണ്ട്. ഈ സംഭവം നടന്ന ഉടൻ തന്നെ നാട്ടുകാരും പോലീസും സംഭവ സ്ഥലത്തെത്തുകയും ദീപുവിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. ദീപുവിന്റെ സഹോദരി താമസിക്കുന്ന ഹരിപ്പാട് ഭാഗത്താണ്. ഈ ഹരിപ്പാട് ഭാഗത്ത് നിന്ന് ഇടത്തൊയിലേക്ക് വരുന്ന വഴിയാണ് ഈ ടിപ്പറിന്റെ മുൻവശം ഈ ബുള്ളറ്റ് ഇടിക്കുന്നത്. ബുള്ളറ്റ് ഇടിച്ചതിന് ശേഷം നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഏകദേശം 10-12 അടി താഴ്ചയിലേക്ക് ബുള്ളറ്റ് മറിയുകയായിരുന്നു. ദീപു തെറിച്ച് താഴ്വശത്തുള്ള റോഡിലേക്ക് ചെന്ന് വീഴുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കൈ ആ സംഭവ സ്ഥലത്ത് തന്നെ അറ്റി റോഡിലേക്ക് വീണു എന്നുള്ളതാണ് സാക്ഷികളടക്കം പറയുന്നത്. എന്തായാലും പോലീസ് ഉടൻ തന്നെ പരുമല ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത്.